വിവാഹം കഴിച്ചയക്കുമ്പോൾ വീട്ടുകാർ നൽകുന്ന ഒരു സ്വർണം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ട് ഭർത്താവിൻ്റെ ഉമ്മ എടുത്ത് വെച്ച അനുഭവമുള്ള ആളുകളുണ്ടോ? ഭർത്താവ് എടുത്ത് വെച്ചിട്ട് അലമറയിൽ പൂട്ടിയ അനുഭവമുള്ള ആളുകളുണ്ടോ? ആ ഒരു സ്വർണ്ണാഭരണം ഉപയോഗിക്കാൻ പോലും കിട്ടാതെ കണ്ണീര് കുടിക്കുന്ന മരുമക്കളുണ്ടോ? ചില മരുമക്കൾ വീട്ടിൽ വന്ന് കയറിയാൽ അമ്മായിമക്ക് പേടിയാണ്, മകളെപ്പോലെ സ്നേഹിക്കും. പക്ഷേ ഒരു ശത്രുവിനേറുന്ന പോലെയാണ് പല മരുമക്കളും അമ്മായിമോട് പെരുമാറുന്നത്. ഇങ്ങനെ മരുമക്കളാൽ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അമ്മായിമാരുണ്ടോ? ആ അമ്മായിമാരായാലും മരുമക്കളായാലും നമ്മുടെ ബിഹേവിയർ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ കുടുംബജീവിതം സന്തോഷകരമാവും. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. ഞാനൊരു സംഭവം പറയാം. ഒരാൾ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റവൻ ചോദിച്ചു, ചേട്ടാ നീ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നത്? ഭയങ്കര ഗ്ലൂമിയാണല്ലോ, ഭയങ്കര സങ്കടമാണല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ അമ്മാവൻ മരിച്ചുപോയി. അമ്മാവൻ മരിച്ചപ്പോൾ അമ്മാവൻ എനിക്ക് 10 ലക്ഷം രൂപയാണ് എൻ്റെ പേരിലേക്ക് എഴുതി വെച്ചത്. അപ്പം പറഞ്ഞാൽ 10 ലക്ഷം രൂപ എഴുതി വെച്ചത് നീ ഹാപ്പി ആവില്ലേ വേണ്ടത്? അല്ല, എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചോ, എൻ്റെ വേറൊരു അമ്മാവൻ ഇതുപോലെ 5 മാസം മുമ്പ് മരണപ്പെട്ടിരുന്നു. ആ അമ്മാവനും എനിക്ക് 10 ലക്ഷം രൂപ എൻ്റെ പേരിലേക്ക് എഴുതി വെച്ചിരുന്നു. എടാ നിനക്കപ്പോൾ 10-20 ലക്ഷം രൂപ ആയില്ലേ, നീ എന്തിനാ സങ്കടപ്പെടുന്നത്? അപ്പം പറഞ്ഞു, എൻ്റെ സങ്കടം എനിക്ക് മൂന്നാമതൊരു അമ്മാവനില്ല എന്നുള്ളതാണ്. മൂന്നാമതൊരു അമ്മാവൻ ഉണ്ടായിരുന്നെങ്കിൽ ആ അമ്മാവനും എനിക്കിങ്ങനെ 10 ലക്ഷം എഴുതി വെക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്, കാഴ്ചപ്പാട്, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളല്ല, കിട്ടാത്തതിനെ കുറിച്ചാണ് നമ്മുടെ ദുഃഖം. നമ്മുടെ ഈ ബിഹേവിയറൊക്കെ വരുന്നത് നമ്മുടെ ഈ തോട്ട്സാണ്, നമ്മുടെ ചിന്തകളാണ് സത്യത്തിൽ നമ്മുടെ ഇമോഷൻസ്. ആ ഇമോഷൻസാണ് പിന്നെ നമ്മുടെ ബിഹേവിയറായിട്ട് മാറുക, നമ്മുടെ പെരുമാറ്റമായിട്ട് മാറുക. ഒരു നല്ല ഇസ്ലാമിക് കൗൺസിലിംഗ് നമ്മുടെ ദാമ്പത്യ ലൈഫിൽ കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരളവിൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറും. ഇൻഷാ അല്ലാ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കുക. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൗൺസിലിംഗ് നൽകാം. കൃത്യമായിട്ടുള്ള ഇസ്ലാമിക് കൗൺസിലിംഗ് നമ്മുടെ ലൈഫ് ഏറ്റവും സന്തോഷകരമാക്കും. നല്ല മരുമകളാവാനും നല്ല അമ്മായിമ്മയാവാനും നല്ല ഭർത്താവാനും നല്ല മക്കളാവാനും തീർച്ചയായിട്ടും ഇത്തരം കൗൺസിലിങ്ങിലൂടെ നമുക്ക് കഴിയുമെന്നുള്ളതാണ് അനുഭവം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്.